ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനാണ്. അതിന് വേണ്ട ക്യാരറ്റും ബീൻസ്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും അത് അരിയുന്ന വീഡിയോ കാണിക്കണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് അതിനകത്ത് ഒരു തുള്ളി ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും നല്ലതാണ്. കടുകും ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ബീൻസും ക്യാരറ്റുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ക്യാബേജ് എന്ത് പച്ചക്കറി ഉണ്ടെങ്കിലും ചേർത്താൽ നല്ലതാണ്. ഓമയ്ക്ക, വെള്ളരിക്ക എല്ലാം ചേർക്കാം. അത് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടോ ഹെൽത്തി എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഇതിന് നല്ല ബെസ്റ്റുമാണ്. പിന്നെ സോയാബീൻ കഴിക്കാത്തവരാണെങ്കിൽ ഇത് സോയാബീൻ വെള്ളത്തിലിട്ടിട്ട് അതെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞോ അല്ലെങ്കിൽ മിക്സിയിൽ ഒരു ബ്ലെൻഡ് ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ഒരു ഹെൽത്തി ഫുഡുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളൊന്നും നന്നായിട്ട് മാറ്റി വെക്കത്തില്ല. ഈവനിങ് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. നമ്മളിപ്പോൾ ഇതിനകത്ത് ക്യാരറ്റും ബീൻസും മാത്രമേ ഉള്ളൂ. അധികം വെന്ത് എടുക്കാനൊന്നുമില്ല. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ തീർത്ത് വെള്ളമയം ഇല്ലാതെ പറ്റിച്ചതുപോലെ ഒത്തിരി ഫ്രൈയും ആകാതെ സോഫ്റ്റായിട്ടിരിക്കുന്ന രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ മൈദയാണ്. മൈദയോ ഗോതമ്പ് പൊടിയോ എന്തുവാണേലും നല്ലതാണ്. ഞാൻ ഇപ്പോൾ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ഇതിൻ്റെ കൂടെ പിള്ളേർക്കാണെങ്കിൽ ഒരു മുട്ട കൂടെ ചേർത്താൽ ടേസ്റ്റിയുമാണ്. ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. മുട്ട ചേർക്കുവാണെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ മുട്ട ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതിയായിരിക്കും. ഈ മാവ് നല്ലപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുമ്പം ഒന്നുകൂടെ നല്ല സോഫ്റ്റാണ്. ചപ്പാത്തിക്കാണേലും അല്ലാതെ ഇങ്ങനെ മോമോസ് പോലെ ഉണ്ടാക്കാനാണെങ്കിലും എല്ലാത്തിനും മാവ് നമ്മൾ എത്രയും പ്രസ് ചെയ്ത് കൊടുക്കുന്നോ അത്രയും സോഫ്റ്റായി കിട്ടും. ഇത് ഒരു അരമണിക്കൂർ അടച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ എടുത്ത് നമുക്ക് ചെറിയ ചെറിയ ബോളായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. മോമോസ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ ബോളായിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ വലിയ ഒരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി. പക്ഷേ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇത് ഇച്ചിരി മെനക്കെട്ട പടിയാണ്, എന്നാലും എനിക്കിതാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ മാവ് പരത്താതെ പൊടി ഇടാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. വലുതാണെങ്കിൽ നമുക്ക് ഇച്ചിരി പൊടി ചേർക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കൈ കൊണ്ടാണേലും ഇച്ചിരി വലുതാക്കിയാലും മതിയായിരിക്കും. പരത്തുകയേ വേണ്ട. വലുത് പരത്തി ചെറിയ ചെറിയ ഷേപ്പിലായിട്ട് മുറിച്ചെടുക്കുമ്പം നടുക്ക് വരുന്ന വേസ്റ്റ് പിന്നെ നമ്മൾ ബോളാക്കി എടുക്കുമ്പോൾ അത് ഇച്ചിരി കട്ടി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പരത്തുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയെല്ലാം കഴിഞ്ഞ് നമുക്കിനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫിൽ ചെയ്ത് ഓരോരോ ഷേപ്പിൽ ഇത് മടക്കി കൊടുക്കുക. നമ്മുടെ ഇഷ്ടാനുസരിച്ച് എങ്ങനെയാണേലും. മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം സൈഡിലെങ്ങും ചെറിയ ഒരു ഹോളും വരാതെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ആവിയിൽ പുഴുങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആവി കൂടെ വെളിയിൽ പോകാതിരിക്കാനാണ്. ഇല പോലെയോ പൂ പോലെയോ ബോൾ പോലെയോ ഏത് രീതിയിൽ വേണേലും നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, അവരവരുടെ ഇഷ്ടാനുസരിച്ച്. പിന്നെ നമ്മുടെ സമയം അനുസരിക്കണം. ഇച്ചിരി സമയമുണ്ടെങ്കിൽ പതുക്കെ കുറേ ഷേപ്പിൽ ഉണ്ടാക്കാം. സമയമില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മടക്കി അങ്ങ് വെച്ചാൽ മതി. ഇപ്പോൾ പിന്നെ കടകളിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന അച്ചും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ചപ്പാത്തി പോലെ പരത്തിയത് വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്ത് അടച്ച് വെച്ചാൽ മതി. ആ ഷേപ്പിൽ കിട്ടിക്കോളും. നമുക്ക് 2 കൈകളുള്ളപ്പോൾ അതിനൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ 2-3 സ്റ്റൈലിൽ മോമോസിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് വയ്ക്കാനുള്ള സ്റ്റഫ് ഉണ്ടാക്കാൻ വയ്യെങ്കിൽ നമ്മൾ ഉച്ചക്കത്തെ മീൻ തോരനാണ്. അപ്പം ഞാനത് ഇതിനകത്ത് മുള്ളില്ലാതെ എടുത്തിട്ട് ആ തേങ്ങയും മീനും കൂടെ പൊടിച്ച് ചേർത്തിട്ട് അങ്ങനെയും വയ്ക്കുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഇതേ സെയിം നമ്മൾ തോരനൊക്കെ ആണേലും ഇഷ്ടമുള്ളതാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. എളുപ്പപ്പണിയും കൂടെയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ച് ഇത് പുഴുങ്ങിയെടുക്കുക. എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തും കഴിക്കാവുന്നതാണ്.
ഹെൽത്തിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എണ്ണയ്ക്കകത്ത് വറക്കുന്നില്ല. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കുക എന്നേ ഉള്ളൂ. ഇതിനകത്തിരിക്കുന്ന സാധനം ആൾറെഡി കുക്ക്ഡാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതിയായിരിക്കും. 10 മിനിറ്റത്തെ സമയം മതി. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. സോസ് കൂട്ടിയോ നല്ല തക്കാളി ചട്നി കൂട്ടിയോ കഴിക്കാൻ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മത്തി പീര കൊണ്ട് ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പീര ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.